الحمد لله وكفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه ومن تمسك بهديه واقتفى. أما بعد، فقد قال الله تعالى في القرآن الكريم: كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر. വന്യരായ അധ്യക്ഷരെ, ബഹുമാനപ്പെട്ട സദസ്സിൽ പങ്കെടുത്ത പണ്ഡിതന്മാരെ, സദസ്യരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ഒരു സംഗമമാക്കി തീർക്കുമാറാവട്ടെ. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അനുയായികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം അല്ലാഹു പൊരുത്തി തരുമാറാവട്ടെ. നമുക്കെല്ലാം അറിയാം, അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നതിൻ്റെ അർത്ഥം സുന്നത്തുകാരും ജമാഅത്തുകാരും. ഇതാണല്ലോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അർത്ഥം. ഈ പേര് നമ്മുടെ സംഘടനയ്ക്ക്, നമ്മുടെ സംഘടനയുടെ ആശയം, നമ്മുടെ ആശയം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയമാണ്. ഇതിനെതിരെയുള്ള ഏതെല്ലാം ആശയങ്ങളുണ്ടോ ആ ആശയങ്ങൾ മുഴുവനും ഓരോന്നോരോന്നായി പരിശോധിക്കുകയാണെങ്കിൽ അതിലൊന്നുകിൽ സുന്നത്തുണ്ടാവുകയില്ല, അല്ലെങ്കിൽ ജമാഅത്തുണ്ടാവില്ല. സുന്നത്തും ജമാഅത്തുമുള്ള ഒരു പ്രസ്ഥാനം നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നിങ്ങളെല്ലാം പല പ്രാവശ്യം കേട്ടതായിരിക്കും. സതഫ്തരിക്കു ഉമ്മത്തി ഇസ്നത്തൈനി, മുൻകഴിഞ്ഞ സമുദായങ്ങളെല്ലാം 72 പാർട്ടികളായി. എന്നാൽ എൻ്റെ സമുദായം 73 പാർട്ടികളാകുന്നു. ആ 73 പാർട്ടികളിൽ എല്ലാം നരകത്തിലാണ്, ഇല്ലാ വാഹിദ എന്ന് പറഞ്ഞു. ഒന്നല്ലാത്ത മറ്റ് 72 പാർട്ടികളും നരകത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, ആരാണ് ആ സ്വർഗത്തിലായ പാർട്ടി, ആരാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അല്ലദീനഹും അലാ മാ അന അലൈഹി വസല്ലം. ഞാനും എൻ്റെ സഹാബത്തും ഏതൊരാശയത്തിന്മേലിലാണോ ആ ആശയം മുറുകെ പിടിച്ചവരാണ് സ്വർഗത്തിൽ, മറ്റുള്ളവരെല്ലാം നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പേര് വന്നു. അഹ്ലുസുന്നത്ത് എന്ന് പറഞ്ഞാൽ
ആ സുന്നത്ത് ആരുടെ സുന്നത്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. വൽ ജമാഅ എന്ന് പറഞ്ഞാൽ വഅസ്ഹാബി എന്നതാണ്. അപ്പം ഞാനും എൻ്റെ സഹാബത്തും ഏതൊന്നിന്മേലാണോ, ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ മേലിലാണോ, ഏതൊരാശയത്തിൻ്റെ മേലിലാണോ അത് മുറുകെ പിടിക്കുന്നവർ അവരാണ് സ്വർഗത്തിൽ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവരല്ലാത്ത ആരെല്ലാം ഉണ്ടോ അവരെല്ലാം കുല്ലുഹും ഫിന്നാർ, അവർ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അഹ്ലു സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും സുന്നത്തല്ല, ചര്യയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മുറുകെ പിടിക്കുന്നു. വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ജമാഅത്തല്ല, ജമാഅത്തു സഹാബ, മഹാന്മാരായ സഹാബത്തിൻ്റെ ജമാഅത്ത്. അപ്പം ഈ ആശയം മുറുകെ പിടിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ, ഈ ആശയത്തെ പ്രചരിപ്പിക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഘടനയെ നാൾക്കുനാൾ ഉയർത്തി തരുമാറാവട്ടെ, അതിൻ്റെ അനുയായികളെ വർദ്ധിപ്പിക്കുമാറാവട്ടെ, അന്ത്യനാൾ വരെ നിലനിർത്തുമാറാവട്ടെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരായത്തിന് പണ്ഡിതന്മാർ, ഇതൊരു പണ്ഡിത സംഘടനയായതിൻ്റെ പേരിൽ പണ്ഡിതന്മാർ അവരുടെ ബാധ്യതകൾ ഏതാണ്, അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയാനുണ്ട്. അതിന് സമയമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലാഹു ഉണർത്തിയത്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഉത്തമ സമുദായങ്ങളാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട, ജനങ്ങളുടെ ഗുണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ, അത്യുത്തമമായ സമുദായമാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാണ് പറയുന്നത്. എന്നിട്ട് നമ്മുടെ പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത അല്ലാഹു പറയുന്നത് തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമാണ്. അൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക, നല്ലത് കൽപ്പിക്കുന്നവർ. തൻഹൗന അനിൽ മുൻകർ എന്ന് പറഞ്ഞാൽ അന്നഹി അനിൽ മുൻകർ, നിഷിദ്ധ കാര്യങ്ങൾ നിരോധിക്കുന്നു. അങ്ങനെയുള്ള ഏറ്റവും ഉത്തമ സമുദായം നിങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പം മുൻകഴിഞ്ഞ സമുദായത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സമുദായത്തിനുള്ള പ്രത്യേകത ഇതാണ്. ഈ പ്രത്യേകതകൾ നടപ്പിൽ വരുത്തേണ്ടവർ അതാത് കാലത്തുള്ള പണ്ഡിതന്മാർ. ഈ ഉത്തരവാദിത്വം നല്ലത് കൽപ്പിക്കുക, ജനങ്ങളോട് നല്ലത് കൽപ്പിക്കുക, തിന്മ നിരോധിക്കുക. ഇത് ചെയ്യേണ്ടവരാര്? മറ്റാരും വരികയില്ല, നാം തന്നെയാണ്. നമ്മുടെ പണ്ഡിതന്മാരാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സമുദായത്തിന് ഏറ്റവും കൂടുതൽ അധപ്പതനം വന്നത് തന്നെ ഈ പറഞ്ഞ പ്രത്യേകത നമ്മിൽ നിന്ന് നാൾക്കുനാൾ ഇല്ലാതെയായി വന്ന് ഇന്ന് അൽ അംറു ബിൽ മഅറൂഫ് അന്നഹി അനിൽ മുൻകർ ചെയ്യുന്ന ആരുമില്ല എന്ന് പറഞ്ഞ ഒരു പരിധിയിലേക്ക്. ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഒരു നിലക്കും പറയുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യാത്ത ഒരവസ്ഥ
നമ്മുടെ പണ്ഡിതന്മാരിൽ നിന്നുണ്ടായിത്തീരും. അതില്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ സമുദായം മുഴുവനും അധപ്പതിച്ച് നരകത്തിലേക്ക് പോവുകയാണ്. അല്ലാഹു തആല രക്ഷിക്കുമാറാവട്ടെ. ഒരു തെറ്റായ കാര്യം, ഇസ്ലാമിൽ തെറ്റായ കാര്യം ചെയ്യുകയാണെങ്കിൽ അതറിയുന്ന ആരെല്ലാം ഉണ്ടോ, പണ്ഡിതനാവട്ടെ അല്ലാത്തവരാവട്ടെ, ഇത് തെറ്റാണ് എന്ന് പറയുവാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. നീ അത് ചെയ്യരുത് എന്ന് പറയണം. അതെങ്ങനെ അതിന് മാറ്റം വരുത്തണം എന്ന് പറയണം. അതെങ്ങനെ പറയണം? മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി ഫദാലിക അദ്അഫുൽ ഈമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു നിഷിദ്ധ കാര്യം, തെറ്റായ ഒരു കാര്യം നിങ്ങളിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൈകൊണ്ടത് നീക്കുവാൻ കഴിയുകയാണെങ്കിൽ കൈകൊണ്ട് നീക്കാം. കൈകൊണ്ട് നീക്കാൻ കഴിയുക എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഏതെങ്കിലും ഒരു കാര്യം കൈകൊണ്ട് നീക്കുകയാണെങ്കിൽ ചിലപ്പോൾ പല കേസുകളും ഉണ്ടാകും. അപ്പം അതിൻ്റെ പേരിൽ അതെല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതൊരു പ്രശ്നമാണ്. കഴിയുന്നതുകൊണ്ട് നമ്മൾ വീട്ടിലേതെങ്കിലും ഒരു തെറ്റായ കാര്യം കാണുകയാണെങ്കിൽ അത് നീക്കാൻ നമുക്ക് കഴിയും. കൈകൊണ്ട് തന്നെ നീക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ അധീനത്തിൽപ്പെട്ട എന്തെങ്കിലും കാര്യം, തെറ്റായ കാര്യം കാണുകയാണെങ്കിൽ അത് നീക്കാൻ നമുക്ക് കഴിയും. അതേ അവസരത്തിൽ പുറത്താരെങ്കിലും ഒരു തെറ്റായ കാര്യം ചെയ്താൽ അത് കൈകൊണ്ട് നീക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി പല കേസുകളും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിത്തീരുന്ന ഒരു കാലമാണ്. അപ്പം അതിൻ്റെ പേരിൽ നമുക്കെല്ലാം കഴിയുന്ന, പ്രത്യേകിച്ച് പണ്ഡിതന്മാർക്കെല്ലാം കഴിയുന്ന ഒരു കാര്യം, അതിലാർക്കും ചോദ്യമില്ലാത്ത ഒരു കാര്യം, അതാണ് രണ്ടാം കാര്യം. വൈലം യസ്തതി ഫബിലിസാനി. കൈകൊണ്ട് നീക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ നാവ് കൊണ്ട് നീക്കണം. നമുക്കെല്ലാം കഴിയും. ഞങ്ങളെ കൂട്ടിയിട്ട് പ്രസംഗിക്കാൻ കഴിയും, ആളുകളോട് പറയാൻ കഴിയും, നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ കഴിയും, രഹസ്യമായോ പരസ്യമായോ ഉപദേശിക്കാൻ കഴിയും. ഇതേപോലുള്ള യോഗങ്ങളും മറ്റുമെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയാൻ കഴിയും. ഇത് പണ്ഡിതന്മാർക്കെല്ലാം കഴിയുന്ന ഒരു കാര്യം. പക്ഷേ അങ്ങനത്തെ ഒരു തെറ്റായ കാര്യം തെറ്റാണ്, ശറഈ നിഷിദ്ധമാണ്, അല്ലാഹ് വിരോധിച്ചതാണ്, റസൂലുള്ളാഹി വിരോധിച്ചതാണ് എന്ന് പറയാൻ ഇന്ന് പണ്ഡിതന്മാരിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അതിന് തയ്യാറാകുന്നുള്ളൂ. മറ്റുള്ളവരതിന് തയ്യാറാകുന്നില്ല എന്നുള്ള ദുഃഖകരമായ ഒരവസ്ഥയാണ് നമുക്ക്. അപ്പോൾ ഫഇല്ലൻ യസ്തതി ഫബിലിസാനിഹി നമുക്ക് കഴിയുന്നതാണ്. ഇനി അതിനും കഴിയുന്നില്ലെങ്കിൽ ഫഇല്ലൻ യസ്തതി ഫബിഖൽബിഹി, ഹൃദയം കൊണ്ട് നീക്കുക, ഹൃദയം കൊണ്ട് വെറുക്കുക. ഫദാലിക അദ്അഫുൽ ഈമാൻ. ഈമാനിൽ വെച്ച് ഏറ്റവും ദുർബലമായ ഈമാനാണ് എന്ന് പറഞ്ഞു. അപ്പം ഇതിൽ ഈ രണ്ടാമത്തെ കാര്യം നമ്മുടെ പണ്ഡിതന്മാർക്കെല്ലാം ചെയ്യാവുന്നതാണ്. ഇത് യഥാർത്ഥ രൂപത്തിൽ നാം നടപ്പിൽ വരുത്തുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികമാണ്. അതിൽ പല പരിപാടികളും സംഘടിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു പരിപാടി കൂടി നമ്മുടെ അജണ്ടയിൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുൻകർ. ഇതെത്രത്തോളം എന്നാൽ പണ്ഡിത വേഷം ചമഞ്ഞ് നടക്കുന്നവർ, മുതഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ വരെ പ്രത്യക്ഷത്തിൽ നല്ല വേഷമെല്ലാം ഉണ്ടാകുകയാണെങ്കിലും ഉള്ളിൽ പരിശോധിക്കുകയാണെങ്കിൽ വളരെ മോശമായി ആ ഒരവസ്ഥയാണ് എന്നുള്ളത്. ഫർദായ നിസ്കാരം വരെ ഉപേക്ഷിക്കുന്നവർ നമ്മുടെ പണ്ഡിതന്മാരിലും മുതഅല്ലിമീങ്ങളിലും ഉണ്ട്. നിർബന്ധിക്കുകയാണെങ്കിൽ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് മാത്രം ചെയ്യുന്നവരുണ്ട്. ഇനി
ഇപ്പോൾ എല്ലാം വലിയൊരു വിഭാഗം നീളക്കുപ്പായിട്ട് നടക്കുന്നവരാണ്. വലിയ നീളക്കുപ്പായിട്ട് നടക്കുന്ന വലിയ തരീക്കെട്ടുണ്ട്, തൊപ്പിയല്ലുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ തല തുറന്ന് നോക്കുകയാണെങ്കിൽ കുഫാറുകളുടെ ശൈലി, ആ മുടിയും അതിൻ്റെ ശൈലിയും സ്റ്റൈലും എല്ലാം നോക്കുകയാണെങ്കിൽ അത് തലയിൽ വെച്ച് പൊതിഞ്ഞ് നടക്കുക. അപ്പം ഇതേപോലുള്ള അവസ്ഥകൾ ഹറാമായ വേഷത്തിലുള്ള തലമുടി, കുഫാറുകളുടെ വേഷം. ഖാലിഫുൽ മുശ്രിക്കീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മുശ്രിക്കുകൾക്ക് എതിര് ചെയ്യണം. അത് താടിയിലാവട്ടെ, മുടിയിലാവട്ടെ, ഏത് വേഷത്തിലാവട്ടെ, ഇതിലെല്ലാം മുശ്രിക്കുകൾക്ക് എതിര് ചെയ്യണമേ. അപ്പം കണ്ടാൽ ഏറ്റവും ചുരുങ്ങിയത് കണ്ടാൽ ഒരു മുസ്ലിമാണ് എന്നെങ്കിലും തോന്നുന്ന ഒരവസ്ഥ, ഒരു വേഷം നമ്മുടെ മുതല്ലിമീങ്ങളിൽ ഉണ്ടാവണം, നമ്മുടെ ആലിമീങ്ങളിൽ ഉണ്ടാവണം. മാത്രമല്ല നമ്മുടെ സാധാരണ മുസ്ലിങ്ങളിലും ഉണ്ടാവണം. ഇതിനു വേണ്ടി നാം ശ്രമിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നാം വിജയിച്ചു. അതേപോലെ ഇന്ന് വളരെ പ്രശ്നമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങൾ. ഇതെല്ലാം ഉപയോഗിക്കുന്ന എത്രയോ സഹോദരന്മാർ നമ്മുടെ മുസ്ലിങ്ങളിലുണ്ട്. മാത്രമല്ല മയക്കുമരുന്നുകളും മറ്റുമെല്ലാം കൂടുതൽ വിതരണം ചെയ്യുന്നവരെ പേര് നോക്കുകയാണെങ്കിൽ അമുസ്ലിങ്ങളെക്കാളും കൂടുതൽ മുസ്ലിങ്ങൾ, നമ്മുടെ മുസ്ലിം പേരുള്ള ആളുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഇസ്ലാമിൽ നിന്ന് മാറിക്കൊണ്ട് ഗവൺമെൻറ് എത്ര ചെയ്യുകയാണെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിലും അതിന് യാതൊരു മാറ്റവും വരുത്താൻ കഴിയില്ല. അതിനുള്ള ഏക വഴി നമ്മുടെ പണ്ഡിതന്മാർ അതിലേക്ക് തിരിയുകയാണെങ്കിൽ, ഒരാൾ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുകയാണെങ്കിൽ, കച്ചവടം നടത്തുകയാണെങ്കിൽ ഇതെല്ലാം തെറ്റാണ് എന്ന് അവനെ ധരിപ്പിക്കാൻ എത്ര തന്നെ ഗവൺമെൻറ് ശ്രമിച്ചാലും ആവുകയില്ല. അതേ അവസരത്തിൽ നാം ശ്രമിക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റം വരുത്താൻ കഴിയും. അതിന് കാരണം മുമ്പൊരു ഇടയൻ്റെ കഥയെ പറയാനുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹം ഒരു യാത്രയിൽ ചെന്ന് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരാട്ടിടയനെ കണ്ടു. കുറേ ആടുകളെ മേയ്ക്കുന്ന ഒരു ഇടയനെ കണ്ടു. അദ്ദേഹം മുസ്ലിമാണ്. അപ്പം ഈ മുസ്ലിമായ ഇടയനോട് അവനെ പരിശോധിക്കുവാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിന്റെ ആടുകളിൽ നിന്ന് ഒരാട് എനിക്ക് വിൽക്കൂ, ഞാനതിന് നല്ല വില തരാം. അപ്പോൾ അവൻ പറഞ്ഞു, ഇതെൻ്റേതല്ല, ഞാൻ വെറും കൂലിക്കാരനാണ്, ഇതിനൊരു ഉടമസ്ഥനുണ്ട്, ഉടമസ്ഥൻ്റെ സഹായമില്ലാതെ തരാൻ കഴിയുകയില്ല. അതിന് നീ ഒരു കാര്യം ചെയ്യൂ, ഈ ആടുകളിൽ നിന്ന് ഒരാടിനെ ചെന്നായ പിടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും എനിക്കും ഈ ആടുകൊണ്ട് പ്രയോജനപ്പെടുത്താം, നിനക്ക് അതിൻ്റെ കാശ് കൊണ്ടും പ്രയോജനപ്പെടുത്താം, അത് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ ഇടയൻ ചോദിക്കുകയാണെങ്കിൽ വളരെ വികാരപൂർവം ഇടയൻ ചോദിച്ചു, ഫഅയ്നല്ലാഹ്, രക്ഷപ്പെടാൻ ഒരു മാർഗം, ഈ മാർഗം പറഞ്ഞ് രക്ഷപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷേ ഞാൻ രക്ഷപ്പെട്ടേക്കും, എൻ്റെ യജമാനൻ്റെ മുമ്പിൽ രക്ഷപ്പെട്ടേക്കും. എന്നാലും ഇതെല്ലാം അറിയുന്ന അല്ലാഹു ഇല്ലയോ, അല്ല ഇത് കാണുന്നില്ലയോ, അല്ല എന്നെ ചോദ്യം ചെയ്യുകയില്ലയോ എന്നാണ് ചോദ്യം. ഈ ഒരു ചിന്താഗതി വളർത്തിയെടുക്കാൻ നമ്മുടെ സമുദായത്തിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഈ പ്രവർത്തനം ചെയ്യുന്ന ആളുകളോടെല്ലാം നാം ഇത് പറയുകയാണെങ്കിൽ, നീ എന്ത് ചെയ്യുകയാണെങ്കിലും അതെല്ലാം കാണുന്ന അല്ലാഹു ഉണ്ട് എന്ന ഈ ഒരു ഇടയൻ്റെ വിശ്വാസമെങ്കിലും നമ്മുടെ സമുദായത്തിൽ പണ്ഡിതന്മാരായ നാം നമ്മുടെ സാധാരണക്കാരെ ഉണർത്താൻ വേണ്ടി അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ
ഇൻഷാ അല്ലാഹ് നല്ലൊരു മാറ്റം വരും. അല്ലാഹു തആല അതിനെല്ലാം തൗഫീഖ് തരുമാറാവട്ടെ. യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തി തരുമാറാവട്ടെ. ഇനിയും കൂടുതൽ ആളുകൾ സംസാരിക്കാനുണ്ട്, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അല്ലാഹു തആല അല്ലാഹുവിൻ്റെ അടുക്കൽ നാം ചെല്ലുന്ന അവസരത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം വരെ നിലനിർത്തി തരുമാറാവട്ടെ. യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തി തരുമാറാവട്ടെ. ഈമാനോടുകൂടെ മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്തു തരുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ തൃപ്തിപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തി തരുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.